അപ്പൊ ഞാൻ പൈസ പറയാ തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ ഒറ്റ എന്നെ പിടിച്ച് ഒരു തള്ളുപോയതേ അവിടെ വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ വണ്ടി വെച്ചിട്ട് 80,000 രൂപ നിങ്ങൾക്ക് തന്നു ഓൾറെഡി. ഈ മാസത്തെ വിഹിതമായി കഴിഞ്ഞു. ഇനി ഒരു 10 പൈസ കിട്ടുമെന്ന് ഓർക്കണ്ട. പൈസ ഇനി ഉണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ലെന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇപ്പൊ ഉണ്ടാകില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞു. CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സാബു എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് സാബു വ്യാഴാഴ്ചയാണ് ബാങ്കിലെത്തിയിരുന്നത്. സാബുവിന് 25 ലക്ഷത്തോളം രൂപ നിക്ഷേപമുണ്ടെന്നാണ് വിവരം. ഭാര്യയുടെ ചികിത്സാർത്ഥം പണം ആവശ്യപ്പെട്ടെത്തിയ സാബുവിനെ ജീവനക്കാർ അപമാനിച്ചിറക്കി വിട്ടെന്ന പരാമർശം ആത്മഹത്യക്കുറിപ്പിലുണ്ട്. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും നിക്ഷേപകർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകുന്നുണ്ടെന്നുമാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. അതേസമയം സംഭവത്തിൽ ബാങ്ക് ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തുക. ബാങ്കുമായി ബന്ധപ്പെട്ടവർ സാബുവിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി എന്ന ബന്ധുവിൻ്റെ ആരോപണവും പരിശോധിക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ശബ്ദ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിയായ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ശബ്ദരേഖ കേൾക്കാം. എന്റെ വൈഫാണെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ എന്നിട്ട് ഇപ്പം 2,20,000 രൂപ വേണം. എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ എന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്ക് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവിടെ. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. അത് പണി മനസ്സിലാക്കി തരാം. ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കയ്യും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ കയറി വന്ന ചായ കുടിച്ചിട്ടല്ല ഇങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടായത്. മനസ്സിലായോ? ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റെജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ. അപ്പൊ ഞാൻ പൈസ പറയാ തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ ഒറ്റ എന്നെ പിടിച്ച് ഒരു തള്ളുപോയതേ അവിടെ വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ വണ്ടി വെച്ചിട്ട്. അപ്പൊ ആ വണ്ടിയില് ഈ പുള്ളിക്കാരനും ഇരിപ്പുണ്ട്, എന്നാ മറ്റേ സുജയ് ഇരിപ്പുണ്ട്, ഉടനെ റെജി ഇരിപ്പുണ്ട്. റെജി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ റെജി പറഞ്ഞു ആളുകളോട് പൈസ ചോദിക്കുമ്പോൾ മറുപടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അനിഷ്ടം രേഖപ്പെടുത്തുന്ന ആളാണ് ഞാൻ. റെജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാണ് ഞാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട്. ആ ക്യാമറ നോക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാം. അവരുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം. സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്കായി ഇത്രയും കാലത്തെ സമ്പാദ്യമായ തുക തിരിച്ചു ചോദിക്കുമ്പോൾ ഓരോ മുട്ടാപ്പൂക്കുകൾ പറഞ്ഞുകൊണ്ട് പിന്നീട് വരെ ഫോണിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ശരിയായ രീതിയല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സാബുവിൻ്റെ ഭാര്യ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സാബു വളരെ സാധുവായ ഒരു മനുഷ്യനാണ്, ഒരാളോടും കയർക്കാത്തൊരു മനുഷ്യനാണ്. എന്നാൽ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന അദ്ദേഹം ബാങ്ക് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സാബുവിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. സാബു പറഞ്ഞിരുന്നു, ഞാനല്ലേ പോകുന്നത് എപ്പോഴും, പൈസക്ക് ഞാനാണ് പോകുന്നത് എപ്പോഴും, എല്ലാ മാസവും പൈസയ്ക്ക് വേണ്ടി ഞാനാണ് പോകുന്നത്. കാരണം വിളിച്ചായിരുന്നു. സാബു പറഞ്ഞത് ഞങ്ങള് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഒരു 4 മണിയായപ്പോ ഇവിടുന്ന് പോയി. 4 മണിയായപ്പോ പോയിട്ട് 5 മണി വരെ ബാങ്കിൽ നിന്ന്. ഞങ്ങൾക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കേസാണ്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത് യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് 2 വർഷം കഴിയാതെ ഇൻഷുറൻസ് കിട്ടുകയില്ലെന്ന് പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപയിലും ഞങ്ങൾക്കിപ്പോൾ വേണം. 3 റെസിപ്റ്റും കൊണ്ടാണ് പോയത്, എന്റെ പേരിലുള്ളതും സാബുവിന്റെ പേരിലുള്ളതും. അപ്പൊ ആ റെസിപ്റ്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു, കാരണം ഞാൻ പോയാലും സാബുവിന് എടുക്കാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ഉണ്ടാകുന്ന കേസേ അല്ലെന്ന് പറഞ്ഞു. പൈസ ഉണ്ടാകുന്ന ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് തരാനുള്ള മാസം ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് അത് അങ്ങ് നിങ്ങളുടെ വീതം കഴിഞ്ഞു, ഇനി നിങ്ങൾ അടുത്ത മാസം 30-ാം തീയതി ഒക്കെ വന്നാൽ മതി എന്ന് സെക്രട്ടറി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു തരത്തിൽ 5 മണിയായപ്പോൾ പൈസ ഇല്ലാതെ അങ്ങ് പോയി. ആശുപത്രിയിൽ പോയി നമുക്ക് നോക്കാം, നാളെ തന്നെ ഒപ്പിക്കാവോ നോക്കട്ടെന്ന് അവർ പറഞ്ഞു.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സാബു ചെന്ന് കഴിഞ്ഞിട്ട് നടന്നില്ല. കൊച്ചിനെ പറഞ്ഞു വിട്ടു. കൊച്ചി ചെന്ന് കഴിഞ്ഞു കൊച്ചിനോട് പറഞ്ഞു. കൊച്ചു പറഞ്ഞു, എന്റെ അമ്മയുടെ അസുഖക്കേസാണ്, എനിക്ക് അമ്മയെ വേണം, എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കുറച്ച് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു 40,000 രൂപ കൊച്ചിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു 40,000 രൂപ തന്നു. മൊത്തം 80,000 രൂപ നമുക്ക് തന്നു. 80,000 ഒരു റെസിപ്റ്റ് തന്നു. ബാക്കി 65,000 റെസിപ്റ്റ് കയ്യിലിരിക്കുകയാണ്. അപ്പൊ സാബു പറഞ്ഞു, ഇതും കൊണ്ട് എങ്ങനെയാവാനാ, 2 ലക്ഷം രൂപയിലും വേണ്ടേ ഓപ്പറേഷന്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വേറെ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ, പല കേസുകളായതുകൊണ്ട് പല എമർജൻസികൾ വന്നുകൊണ്ട് പൈസ ഇല്ലാതെ പോയി. അപ്പൊ പൈസ വേണമല്ലോ. അത് കഴിഞ്ഞ് സാബു പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത്. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ലെന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇപ്പൊ ഉണ്ടാവുകയില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞു. റെജി പറഞ്ഞെന്ന് പറഞ്ഞു, ഞാനാ സെക്രട്ടറി, ഞാനാ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഉന്തും സാവു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാവു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു. പൈസ ഇട്ട് തരാൻ ണ്ട്. ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഞാൻ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു 80,000 രൂപ നിങ്ങൾക്ക് തന്നു ഓൾറെഡി, ഈ മാസത്തെ വിഹിതമായി കഴിഞ്ഞു, ഇനി ഒരു 10 പൈസ കിട്ടുമെന്ന് ഓർക്കണ്ട, പൈസ ഇനി ഉണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതും ഇതും എല്ലാം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞു, റെജി പൈസ ഉണ്ടാകാതെ, റെജി എന്നാണ് പുള്ളിക്കാരോട് പേര്, റെജി പൈസ ഉണ്ടാകാതെ പറ്റുകയില്ല, ഞങ്ങൾക്ക് ഈ ഓപ്പറേഷന്റെ കേസാണ്, സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ്, പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു.